ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ്, AM റോഡ്, പെരുമ്പാവൂർ, കട്ടപ്പന. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനുകളിലും ക്വാളിറ്റിയിലുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുമായി ബെന്നീസ് ജ്വല്ലറി. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനുകൾ, ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്ലേസുകളുടെ കവനീയ ശേഖരം, പാരമ്പര്യ തനിമയോതുന്ന ആന്റിക് ആഭരണങ്ങൾ, പുത്തൻ ട്രെൻഡുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷനുകൾ. കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം രാജാക്കാട്ടിലെ ഏറ്റവും വലിയ ഷോറൂമായ ബെന്നീസ് ജ്വല്ലറിക്കൊപ്പം. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ, വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. വീടുപണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായിതാ മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമെന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്പെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. സർപ്രൈസ് ഉണ്ടേ. ഡയമണ്ട് ആണോ? നോക്ക്. സർപ്രൈസിങ് എളുപ്പമല്ല മാൻ. ഞങ്ങളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. എത്ര പോരാ? 5 grams. എത്ര പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മൂന്നാറിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം.
വനംവകുപ്പ് സ്ഥാപിച്ച സൗരോർജ്ജ തൂക്കുവേലി സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി. മാലിന്യമുക്ത കേരളത്തിന് CPIM. വിശദമായ വാർത്തകളിലേക്ക്. മൂന്നാറിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം. മാട്ടുപ്പെട്ടി അണക്കെട്ടിന് സമീപമാണ് കടുവയെ കണ്ടത്. കടുവയെ കണ്ട സഞ്ചാരികൾ ദൃശ്യം പകർത്തുകയായിരുന്നു. മൂന്നാറിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടു. മാട്ടുപ്പെട്ടി അണക്കെട്ടിന് സമീപം കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് കടുവയെ കണ്ടത്. സഞ്ചാരികൾ ബോട്ട് സർവീസ് നടത്തുന്നതിനിടയിലാണ് ഡാമിനരികിൽ കടുവയെ കണ്ടത്. ബോട്ടിലുണ്ടായിരുന്ന സഞ്ചാരികളാണ് കടുവയുടെ ദൃശ്യം പകർത്തിയത്. DTPCയുടെ ബോട്ടിൽ ചെന്നൈ സ്വദേശികളായ 5 പേരാണ് ഉണ്ടായിരുന്നത്. ഈ സംഘമാണ് കടുവയെ കണ്ടത്. ദിവസവും നിരവധി സഞ്ചാരികൾ എത്തുന്ന പ്രദേശമാണ് മാട്ടുപ്പെട്ടി. ഇവിടെ കടുവയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടതോടെ ആളുകളിൽ ആശങ്ക വർദ്ധിച്ചിട്ടുണ്ട്. സിറ്റി വിഷൻ, മൂന്നാർ. വനംവകുപ്പ് സ്ഥാപിച്ച സൗരോർജ്ജ തൂക്കുവേലി സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി. വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിലേക്ക് കടന്നു വരുന്നത് ഒഴിവാക്കാൻ വനംവകുപ്പ് സ്ഥാപിച്ച സൗരോർജ്ജ തൂക്കുവേലി സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് കടന്നു വരുന്നത് ഒഴിവാക്കാൻ വനംവകുപ്പ് സ്ഥാപിച്ച സൗരോർജ്ജ തൂക്കുവേലി സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി. വള്ളക്കടവ് റേഞ്ചിൽപ്പെട്ട സ്ഥലത്ത് ജനവാസ മേഖലയോട് ചേർന്ന് കഴിഞ്ഞ 2 മാസത്തിനു മുൻപ് സ്ഥാപിച്ച സൗരോർജ്ജ തൂക്കുവേലിയാണ് പലയിടങ്ങളിലായി സാമൂഹിക വിരുദ്ധർ മുറിച്ചിട്ടിരിക്കുന്നതായി വനംവകുപ്പ് പരാതി പറയുന്നു. വള്ളക്കടവ് മേഖലയിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ആനയുൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രത്തിലെത്തി നിരവധി കൃഷികൾ നശിപ്പിച്ചെന്ന് പതിവായിരുന്നു. ഇതിന്റെ ഭാഗമായി പ്രദേശത്ത് നിരവധിയായ ജനകീയ പ്രക്ഷോഭങ്ങളും നടന്നിരുന്നു. തുടർന്ന് വനംവകുപ്പിന്റെ ഇടപെടൽ മൂലം നബാർഡുമായി ചേർന്ന രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതി പ്രകാരം വള്ളക്കടവ് മുതൽ 4.6 കിലോമീറ്റർ സൗരോർജ്ജ തൂക്കുവേലി സ്ഥാപിക്കുന്നതിന് 38 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ കൃഷി വകുപ്പിന്റെയും മേൽനോട്ടത്തിലാണ് തൂക്കുവേലിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. പദ്ധതി പൂർത്തിയായി 2 മാസം പിന്നിട്ടിട്ടും ഉദ്ഘാടനം നിർവഹിച്ചിട്ടില്ല. എന്നാൽ തൂക്കുവേലിയിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നുണ്ട്. ആയതിനാൽ തന്നെ കാട്ടിനുള്ളിൽ നിന്നും ആനയുൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് കുറഞ്ഞിട്ടുണ്ട്. ഈ പദ്ധതി പൂർത്തീകരിച്ചതോടെ പ്രദേശവാസികൾ സന്തോഷത്തിലാണ്. എന്നാൽ സാമൂഹിക വിരുദ്ധർ ഇത് നശിപ്പിക്കുന്നതോടെ ജനങ്ങളിലും വനംവകുപ്പിലും ഒരുപോലെ ആശങ്ക ഇളവാക്കുന്നു. വനംവകുപ്പ് കാട്ടിൽ സ്ഥാപിച്ച ക്യാമറയിൽ നിന്ന് കഴിഞ്ഞ ദിവസം കാട്ടിൽ അതിക്രമിച്ച് കടന്നു വരുന്നവരുടെ ചിത്രം പതിഞ്ഞെങ്കിലും ഇവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. ഇത് സംബന്ധിച്ച് വള്ളക്കടവ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അരുൺ K. നായർ വണ്ടിപ്പെരിയാർ പോലീസിൽ പരാതി നൽകി. ഇതനുസരിച്ച് അന്വേഷിക്കുവാനെത്തിയ ഉദ്യോഗസ്ഥർ തങ്ങളുടെ അതിർത്തിയിലല്ല സംഭവമെന്ന് പറഞ്ഞ് മടങ്ങിപ്പോയതായി EDC അംഗങ്ങൾ ആക്ഷേപമുന്നയിച്ചു. സൗരോർജ്ജ തൂക്കുവേലികൾ സംരക്ഷിക്കുന്നതിനായി EDC പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു വരികയാണ്. സിറ്റി വിഷൻ, ഉപ്പുതറ. മാലിന്യമുക്ത കേരളത്തിന് CPIM. കേരളത്തെ മാലിന്യമുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി 25 മുതൽ 31 വരെ CPIM നേതൃത്വത്തിൽ കേരളത്തിലാകെ നടത്തുന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉപ്പുതറ ടൗൺ, പെരിയാർ തീരം എന്നിവിടങ്ങളിൽ ശുചീകരണം നടത്തി. ലോക്കൽ സെക്രട്ടറി കലേഷ് കുമാർ K. ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ മാലിന്യമുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി 25 മുതൽ 31 വരെ CPIM നേതൃത്വത്തിൽ കേരളത്തിലാകെ നടത്തുന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉപ്പുതറ ടൗൺ, പെരിയാർ തീരം എന്നിവിടങ്ങളിൽ ശുചീകരണം നടത്തി. ലോക്കൽ സെക്രട്ടറി കലേഷ് കുമാർ K. ഉദ്ഘാടനം ചെയ്തു. പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ EK പുഷ്കരൻ, റോയി, CITU നേതാക്കളായ പുരുഷോത്തമൻ, ബാബുക്കുട്ടൻ, ജൂലിയസ് എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കേരളത്തെ മാലിന്യമുക്ത കേരളമായി പ്രഖ്യാപിക്കുന്ന വേളയിൽ CPMന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ പൊതു സ്ഥാപനങ്ങളിലും പൊതുമേഖലകളിലും മുഴുവൻ ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിൽ ശുചീകരണത്തിന് തുടക്കം കുറിക്കുകയാണ്. 25-ാം തീയതി മുതൽ 31-ാം തീയതി വരെയാണ് ശുചീകരണ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുക. ലോക്കലിലെ മുഴുവൻ ബ്രാഞ്ചുകളിലും വരും ദിവസങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ പാർട്ടി പ്രവർത്തകരും അനുഭാവികളും വർഗ ബഹുജന സംഘടനാ പ്രവർത്തകരും നേതൃത്വം നൽകും. മാർച്ച് 31-ന് മാലിന്യമുക്ത പ്രഖ്യാപനം നടത്താനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. സിറ്റി വിഷൻ, ഉപ്പുതറ. ദേശീയ ത്രോബോൾ താരങ്ങൾക്ക് സ്വീകരണം നൽകി.
ഹൈദരാബാദിൽ വെച്ച് നടന്ന ദേശീയ മിനി ത്രോബോൾ മത്സരത്തിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കി കേരളത്തിന്റെ അഭിമാനമുയർത്തിയ രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അഭിനന്ദ് ബിനുവിനും നവീന ഷിജോയ്ക്കും സ്കൂൾ PTA നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ഹൈദരാബാദിൽ വെച്ച് നടന്ന ദേശീയ മിനി ത്രോബോൾ മത്സരത്തിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കി കേരളത്തിന്റെ അഭിമാനമുയർത്തിയ രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അഭിനന്ദ് ബിനുവിനും നവീന ഷിജോയ്ക്കും സ്കൂൾ PTA നേതൃത്വത്തിൽ സ്വീകരണം നൽകി. സ്കൂൾ അങ്കണത്തിൽ നിന്നും കായിക താരങ്ങളെ സ്വീകരിച്ച് ടൗണിൽ ആഹ്ലാദ പ്രകടനം നടത്തിയ ശേഷം നടത്തിയ സമ്മേളനത്തിൽ വെച്ച് ജനമൈത്രി പോലീസ് ഓഫീസർ R. ഷിബു, PTA വൈസ് പ്രസിഡന്റ് അജി കാട്ടുമന എന്നിവർ കായിക താരങ്ങൾക്ക് ഷീൽഡ് നൽകി ആദരിച്ചു. PTA പ്രസിഡന്റ് NR സുഭാഷ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഇൻചാർജ് VK ആറ്റ്ലി സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് PK ഷീജ നന്ദിയും അർപ്പിച്ചു. CPO മധു ജോസഫ്, PS അജയൻ, ജേക്കബ് മച്ചാനി, ബിനോയി ജോർജ്, ES രഹന, മോൺസി, കായികാധ്യാപകരായ AS സുനീഷ്, ഷർമിള ബാദുരി, മനോജ് എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. രാജകുമാരി പഞ്ചായത്തിന് 22 കോടിയുടെ ബഡ്ജറ്റ്. കൃഷിക്കും മാലിന്യ സംസ്കരണത്തിനും മുൻഗണന. കൃഷിക്കും മാലിന്യ സംസ്കരണത്തിനും മുൻഗണന നൽകിക്കൊണ്ട് രാജകുമാരി ഗ്രാമപഞ്ചായത്തിൽ 22,58,42,829 രൂപ വരവും 22,46,78,829 കോടി രൂപ ചെലവും 11,64,000 മിച്ചവുമുള്ള 2025-26 വർഷത്തെ ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് അജേഷ് മുകളിൽ അവതരിപ്പിച്ചു. കൃഷിക്കും മാലിന്യ സംസ്കരണത്തിനും മുൻഗണന നൽകിക്കൊണ്ട് രാജകുമാരി ഗ്രാമപഞ്ചായത്തിൽ 22,58,42,829 രൂപ വരവും 22,46,78,829 കോടി രൂപ ചെലവും 11,64,000 മിച്ചമുള്ള 2025-26 വർഷത്തെ ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് അജേഷ് മുകളിൽ അവതരിപ്പിച്ചു. കൃഷിക്കും ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികൾക്കുമായി 2,10,00,000 രൂപയും മാലിന്യ സംസ്കരണത്തിന് 75 ലക്ഷം രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനായി 1,51,00,000 രൂപയും ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണത്തിന് 1,72,00,000 രൂപയും തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള പ്രവൃത്തികൾക്കായി 7,12,00,000 രൂപയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് 23 ലക്ഷം രൂപയുമാണ് മാറ്റിവെച്ചിരിക്കുന്നത്. കഴിഞ്ഞ പദ്ധതി വർഷത്തിൽ രാജകുമാരി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് 40 ലക്ഷം രൂപ MLA ഫണ്ട് ചെലവഴിച്ചിട്ടുണ്ട്. പദ്ധതി വർഷം 65 ലക്ഷം കൂടി അനുവദിച്ചിട്ടുണ്ട്. കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ഫാർമസിസ്റ്റ് തസ്തിക അനുവദിച്ചിട്ടുണ്ട്. മരുന്ന് വാങ്ങുന്നതിനും പുതിയ ജീവനക്കാരെ നിയമിക്കുന്നതിനുമായി 25 ലക്ഷം രൂപ പഞ്ചായത്ത് ബഡ്ജറ്റിൽ മാറ്റിവെച്ചിട്ടുണ്ട്. രാജകുമാരി ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വർഷത്തേക്കുള്ള ബഡ്ജറ്റ് ഇന്നിവിടെ അവതരിപ്പിച്ചു. ഏകദേശം 22,56,00,000 രൂപ വരവും 22,46,00,000 രൂപ ചെലവും 10 ലക്ഷം രൂപ മിച്ചവുമുള്ള ബഡ്ജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇന്നത്തെ ബഡ്ജറ്റിൽ ഏറ്റവും അടിയന്തര പ്രാധാന്യമായിട്ട് കൊടുത്തിട്ടുള്ളത് കാർഷിക മേഖല, അതിൽ നിന്ന് മാലിന്യ സംസ്കരണം, എല്ലാവർക്കും അടച്ചുറപ്പുള്ളതും സുരക്ഷിതവുമായ വീട് എന്ന തന്നെ പാർപ്പിട മേഖലയ്ക്കും അതേപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും തൊഴിലുറപ്പ് പദ്ധതിക്കും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ബഡ്ജറ്റാണ് ഇന്നിവിടെ അവതരിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമ ബിജു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഉഷ മോഹൻകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KJ സിജു, P രാജാറാം, മഞ്ജു ബിജു, KK തങ്കച്ചൻ, സെക്രട്ടറി TK കാഞ്ചന എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. മതസൗഹാർദ്ദത്തിന്റെ ഇഫ്താർ സംഗമം നടത്തി. രാജാക്കാട് മമ്മട്ടിക്കാനം ജമാഅത്ത് കമ്മിറ്റിയുടെയും രാജാക്കാട് മതസൗഹാർദ്ദ കൂട്ടായ്മയുടെയും നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം രാജാക്കാട് വ്യാപാര ഭവൻ ഹാളിൽ വെച്ച് നടത്തി. രാജാക്കാട് മമ്മട്ടിക്കാനം ജമാഅത്ത് കമ്മിറ്റിയുടെയും രാജാക്കാട് മതസൗഹാർദ്ദ കൂട്ടായ്മയുടെയും നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം രാജാക്കാട് വ്യാപാര ഭവൻ ഹാളിൽ വെച്ച് നടത്തി. പ്രദേശത്തുള്ള മതസമുദായ നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും വ്യാപാരികളും ജനപ്രതിനിധികളുമായ നിരവധി പേർ പങ്കെടുത്തു. 2019 ആദ്യമായി ഇഫ്താർ സംഗമം മർച്ചന്റ് ഹാളിൽ നടത്തിയത്. തുടർന്നുള്ള 2 വർഷങ്ങളിലും കോവിഡ് കാരണം ഇഫ്താർ നടത്തിയില്ല.
2012 രാജാക്കാട് പള്ളി വികാരി വാഴയിൽ ജോബി അച്ഛന്റെ നേതൃത്വത്തിൽ രാജാക്കാട് ക്രിസ്തുരാജ ഇടവകയുടെയും മതസൗഹാർദ്ദ കൂട്ടായ്മയുടെയും സഹകരണത്തോടെ രാജാക്കാട് ക്രിസ്തുരാജ ഫെറോന പള്ളിയുടെ പാരിഷ് ഹാളിലാണ് ഇഫ്താർ സംഗമം നടത്തിയത്. ഇവിടെ തന്നെ നോമ്പുതുറ പ്രാർത്ഥനയ്ക്കുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. 2023 ഹൈന്ദവ സഹോദരങ്ങളുടെ താൽപര്യപ്രകാരം SNDP ഹാളിൽ സമ്മേളിച്ചു. 2024 നിർമ്മല സ്കൂൾ ഹാളിൽ വെച്ച് സംഗമം നടത്തി. സംഗമത്തിൽ ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുധീർ കോട്ടക്കുടി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു മുസ്ലിം സമൂഹം അതും അവര് നല്ല ഒരു അച്ചടക്കത്തോടുകൂടി അവരുടെ മനസ്സും ശരീരവും പാകപ്പെടുത്തുകയാണ്. നല്ല ഒരു എല്ലാ ക്ഷമാശീലങ്ങളും വളർത്തിയെടുക്കുന്നതിന് വേണ്ടി തന്നെ. അപ്പോൾ അവരുടെ വീട്ടിലുള്ള കൊച്ചു കുട്ടികൾ പോലും ഈ വ്രതത്തിൽ പങ്കുചേരുകയാണെന്നുള്ളതാണ്. അബ്ദുൽ കലാം സ്വാഗതം ആശംസിച്ചു. ഇമാം നിസാർ ബാത്രി പ്രാർത്ഥന നടത്തി. ഇമാം മൻസൂർ ഭാഗവി അനുഗ്രഹ പ്രഭാഷണം നടത്തി. രാജാക്കാട് ക്രിസ്തുരാജ ഫൊറോന പള്ളി വികാരി ഫാദർ മാത്യു കരോട്ട് കൊച്ചറയ്ക്കൽ, SNDP രാജാക്കാട് യൂണിയൻ പ്രസിഡന്റ് MB ശ്രീകുമാർ, NSS കരയോഗം പ്രസിഡന്റ് PB മുരളീധരൻ നായർ, വിശ്വകർമ്മ സഭ പ്രസിഡന്റ് VK മോഹനൻ, വികസന കൂട്ടായ്മ കോർഡിനേറ്റർ VS ബിജു, മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സജിമോൻ കോട്ടയ്ക്കൽ, ട്രഷറർ VC ജോൺസൺ, CB കൊച്ചുവെള്ളാട്ട്, ജനപ്രതിനിധികളായ ഉഷാകുമാരി മോഹൻകുമാർ, കിങ്ങിണി രാജേന്ദ്രൻ, MS സതി, ബിജി സന്തോഷ്, രാജാക്കാട് സർക്കിൾ ഇൻസ്പെക്ടർ V വിനോദ് കുമാർ, സമുദായ നേതാക്കളായ B സാബു, MR അനിൽകുമാർ, രാഷ്ട്രീയ നേതാക്കളായ R ബാലൻപിള്ള, PA വിജയൻ, ഷാജി വയലിൽ, NJ ചാക്കോ, പ്രിൻസ് മാത്യു, VV ബാബു, ടൈറ്റസ് ജേക്കബ്, ജോഷി കന്യാകുഴി, ബിനോയ് കൂനമ്മാക്കൽ, അബ്ദുൽ ജബ്ബാർ, ജമാൽ ഇടശ്ശേരിക്കുടി, A ഹംസ, മുജീബ് ഇടശ്ശേരിക്കുടി എന്നിവർ പ്രസംഗിച്ചു. രാജാക്കാട്ടിലെ ന്യൂനപക്ഷ സമുദായ മുസ്ലിം സഹോദരങ്ങളുടെ പെരുന്നാളുകൾ വലിയ ആഘോഷമായി മാറ്റിക്കൊണ്ടാണ് മറ്റു മതവിഭാഗക്കാർ ഒന്നുചേർന്ന മതസൗഹാർദ്ദത്തിന് മാതൃകയായത്. സിറ്റി വിഷൻ, രാജാക്കാട്. രാജകുമാരി അരമനപ്പാറയിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി. ഇതര സംസ്ഥാന തൊഴിലാളി സ്ത്രീ 2 ദിവസം മുൻപ് പ്രസവിച്ച കുട്ടിയെയാണ് മരിച്ച നിലയിൽ ഏലത്തോട്ടത്തിൽ കണ്ടെത്തിയത്. അമ്മയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാജകുമാരി കജിനപ്പാറ അരമനപ്പാറ എസ്റ്റേറ്റിൽ നിന്നും നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി. ഏലത്തോട്ടത്തിൽ കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാനെത്തിയ തൊഴിലാളികളാണ് നായ്ക്കൾ കടിച്ചു വലിച്ച നിലയിൽ നവജാത ശിശുവിന്റെ ശരീരാവശിഷ്ടം കണ്ടെത്തിയത്. തൊഴിലാളികൾ ഉടനെ രാജാക്കാട് പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികളുടെ കുഞ്ഞാണിതെന്ന് കണ്ടെത്തി. മാസം തികയാതെ ജനിച്ച കുഞ്ഞ് മരിച്ചതുകൊണ്ട് കുഴിച്ചിട്ടതാണെന്നാണ് ഇവർ പോലീസിന് നൽകിയ മൊഴി. ദമ്പതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നവജാത ശിശുവിന്റെ ശരീരാവശിഷ്ടങ്ങൾ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ എന്ന് പോലീസ് അറിയിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. ഇടവേള. വീട് ഓരോരുത്തരുടെയും ചോയ്സ് ആണ്. സ്ക്വയർ ഫീറ്റ് എത്ര വേണം, എത്ര ഫ്ലോർ ഉണ്ടാകണം, എത്ര റൂം ഉണ്ടാകണം, ഇവയിലെല്ലാം ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. ഇനി കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയാലും ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. വ്യത്യസ്തത അറിയുന്ന ഒരു ടീം ഒപ്പം കൂടിയ ഇവയെല്ലാം യാഥാർത്ഥ്യമാകും. അതിനായി തിരഞ്ഞെടുക്കൂ ചോയ്സ് ബിൽഡേഴ്സ്. പ്ലാൻ, പെർമിറ്റ്, എസ്റ്റിമേറ്റ്, എലവേഷൻ, 3D ഡിസൈനിങ്, കൺസ്ട്രക്ഷൻ തുടങ്ങിയ എല്ലാ സർവീസുകളും ഏറ്റവും മികച്ച ടീമിന്റെ മേൽനോട്ടത്തിൽ ഉത്തരവാദിത്വത്തോടെ ചെയ്തു നൽകുന്നു. ഇനി ബിൽഡിംഗ് ഏതായാലും യാഥാർത്ഥ്യമാക്കാൻ ചോയ്സ് തന്നെ. ചോയ്സ് ബിൽഡേഴ്സ്, വി പ്രൊവൈഡ് ദ ജോയ് ഓഫ് എ ന്യൂ ഹോം. രാജാക്കാട്, ഇടുക്കി. ഫോൺ നമ്പർ 8606560526, 8606820526. ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്.
അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നിങ്ങൾക്കിനി ആശങ്ക വേണ്ട. മികച്ച പഠനത്തിന് മോൺഫോർട്ട് വാലി സ്കൂൾ മുരിക്കുംതൊട്ടി. സ്കൂൾ പ്രിൻസിപ്പൽ റവറന്റ് ബ്രദർ അമൽ അഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള മികച്ച അധ്യാപകരുടെയും ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുമുള്ള വിദ്യാഭ്യാസ രീതി. CBSE വിദ്യാഭ്യാസം, എല്ലാ ക്ലാസുകളിലും ഡിജിറ്റൽ സ്മാർട്ട് ബോർഡ് സൗകര്യം, സുരക്ഷിതമായ വാഹന സൗകര്യം, വിവിധ പഠന മേഖലയിലുള്ള ലാബുകൾ, AI സൗകര്യത്തോടെയുള്ള വിശാലമായ കമ്പ്യൂട്ടർ ലാബുകൾ, ലൈബ്രറി, CCTV മോണിറ്ററിംഗ് ക്യാമ്പസ്, കലാകായിക രംഗങ്ങളിലും മറ്റ് പാഠ്യേതര വിഷയങ്ങളിലുമുള്ള പരിശീലനം, അബാക്കസ് പരിശീലനം, കിൻഡർ ഗാർഡൻ കുട്ടികൾക്കുള്ള പ്രത്യേക ആക്ടിവിറ്റി പ്രവർത്തനങ്ങളും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും, കൂടാതെ ഓരോ കുട്ടികൾക്കും ഇൻഡിവിജ്വൽ കെയറിംഗ്. അങ്ങനെ നമ്മുടെ കുട്ടികളുടെ ബൗദ്ധികവും മാനസികവുമായ വളർച്ചയ്ക്ക് ആവശ്യമായതെല്ലാം ഇവിടെയുണ്ട്. ഭാവിയിലേക്ക് മികച്ച പൗരന്മാരെ വാർത്തെടുക്കുകയാണ് ഈ സ്കൂൾ. നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്നത് വഴി അവരുടെ ശോഭനമായ ഭാവിയാണ് നിങ്ങൾ ഉറപ്പാക്കുന്നത്. അഡ്മിഷൻ സ്റ്റാർട്ടഡ്. മോൺഫോർട്ട് വാലി സ്കൂൾ, മുരിക്കുംതൊട്ടി. രജിസ്ട്രേഷൻ ഫോർ ദ അക്കാഡമിക് ഇയർ 2025-26. Classes pre-KG to 9th and +1. For more enquiries, contact the landline 04868 247 421. Mobile 9446966421. വീണ്ടും വാർത്തയിലേക്ക്. യാക്കോബായ സുറിയാനി സഭ രാജകുമാരി മേഖല സുവിശേഷ മഹായോഗത്തിനും സംഗീത വിരുന്നിനും തുടക്കമായി. 4 ദിവസങ്ങളിലായി രാജകുമാരി ഗലീലാക്കുന്ന് സെന്റ് ജോൺസ് യാക്കോബായ സുറിയാനി പള്ളി അങ്കണത്തിൽ നടക്കുന്ന സുവിശേഷ മഹായോഗത്തിനാണ് തിരി തെളിഞ്ഞത്. ഫാദർ ഐസക് ഓർ എപ്പിസ്കോപ്പം മേനോത്തുമാലി സുവിശേഷ മഹായോഗത്തിന് തിരി തെളിയിച്ചു. 29-ാം തീയതി ശനിയാഴ്ച സുവിശേഷ മഹായോഗം സമാപിക്കും. യാക്കോബായ സുറിയാനി സഭ അങ്കമാലി ഭദ്രസനത്തിലെ ഹൈറേഞ്ച് മേഖലയിൽ രാജകുമാരി കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്ന 7 പള്ളികളുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തിവരുന്ന രാജകുമാരി മേഖല 17ാമത് സുവിശേഷ മഹായോഗവും ഹെവൻലി വോയിസിന്റെ സംഗീത വിരുന്നിനും തുടക്കമായി. ഫാദർ ഐസക് ഓർ എപ്പിസ്കോപ്പ തെളിയിച്ചതോടെയാണ് സുവിശേഷ മഹായോഗത്തിന് തുടക്കമായത്. രക്ഷകനോട് ചേർന്ന് ജീവിക്കുവാൻ ഈ കൂടിവരവ് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ദൈവത്തിൻ്റെ ദിവസസന്നിധിയിലേക്ക് ചേരുവാനും അവരോട് ചേർന്ന് നിന്ന് നമ്മുടെ ജീവിതത്തിലെ പാവങ്ങളെയൊക്കെയും സമർപ്പിച്ച് ഏറ്റുപറഞ്ഞും ഉപേക്ഷിച്ചിട്ട് ദൈവമകനായും ദൈവമകളായും ഫാദർ ഷിബൂസി കോട്ടയം വചനപ്രഘോഷണം നടത്തി. ജനറൽ കൺവീനർ ഫാദർ ബേസിൽ കെ ഫിലിപ്പ് കൊറ്റിക്കൽ, കൺവീനർ ഫാദർ എൽദോസ് പുളിഞ്ചോട്ടിൽ, സെക്രട്ടറി PA ബിനോയി, ട്രഷറർ ജോർജ് CP ചവറ്റക്കുഴി, ബിജു ഐസക് അമ്പഴച്ചാലിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. 29-ാം തീയതി ശനിയാഴ്ച സുവിശേഷ മഹായോഗം സമാപിക്കും. സിറ്റി വിഷൻ, രാജാക്കാട്. എഴുകുംവയൽ കുരിശുമലയിൽ ഭക്തജനത്തിരക്ക്. കട്ടപ്പന ഇടുക്കി രൂപത തീർത്ഥാടന കേന്ദ്രവും കിഴക്കിന്റെ കാൽവരി എന്നറിയപ്പെടുന്നതുമായ എഴുകുംവയൽ കുരിശുമലയിൽ വലിയ നോമ്പാചരണത്തിന്റെ ഭാഗമായുള്ള കുരിശുമല കയറ്റത്തിൽ പങ്കെടുക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും വരുന്ന വിശ്വാസികളുടെ തിരക്ക് വർദ്ധിച്ചു. കഴിഞ്ഞ ആഴ്ചകളിൽ സമീപ രൂപതകളിൽ നിന്നും വിവിധ ഇടവക വികാരിമാരുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ കുരിശുമല കയറി. വലിയ നോമ്പിലെ 4ാമത്തെ വെള്ളിയാഴ്ചയായ നാളെ കുരിശുമലയിൽ നടക്കുന്ന തിരുകർമ്മങ്ങൾക്ക് ഇടുക്കി രൂപത വികാരി ജനറൽ മോർ ഫാദർ ജോസ് കരിവേലിക്കൽ, ഫാദർ തോമസ് വലിയമംഗലം എന്നിവർ മുഖ്യ കാർമ്മികരായിരിക്കും. എരുമേലി, ചേനപ്പാടി തുടങ്ങിയ ഇടവകകളിൽ നിന്നും വൈദികരുടെ നേതൃത്വത്തിൽ നാളെ വിശ്വാസികൾ കുരിശുമലയിലെത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നാളെ രാവിലെ 9:30 മലയടിവാരത്തുള്ള ടൗൺ കപ്പേളയിൽ നിന്നും കുരിശുമലയിലേക്കുള്ള പീഠാനുഭവ യാത്ര ആരംഭിക്കും. തുടർന്ന് 11 മണിക്ക് തീർത്ഥാടക ദേവാലയത്തിൽ ദിവ്യബലിയും വചനപ്രഘോഷണവും തുടർന്ന് നേർച്ചക്കഞ്ഞി വിതരണവും ഉണ്ടായിരിക്കും. വൈകുന്നേരം 5 മണിക്കും കുരിശുമല ദേവാലയത്തിൽ ദിവ്യബലി ഉണ്ടായിരിക്കുന്നതാണ്. കിഴക്കൻ മലയാറ്റൂർ എന്നറിയപ്പെടുന്ന എഴുകുംവയൽ കുരിശുമല കയറുന്നതിനും പ്രാർത്ഥിച്ച് ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനും ഏവരെയും ക്ഷണിക്കുന്നതായി തീർത്ഥാടക ദേവാലയ ഡയറക്ടർ
ഫാദർ തോമസ് വട്ടമല, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ലിബിൻ വെള്ളിയാന്തടം എന്നിവർ അറിയിച്ചു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ പൈനാവ് വെള്ളാപ്പാറ DFO ഓഫീസ് പടിക്കൽ പ്രതിഷേധ ധർണ നടത്തി. കുട്ടമ്പുഴയിൽ നടന്ന ജനമുന്നേറ്റ യാത്രയുടെ പേരിൽ കോതമംഗലം രൂപത മുൻ മെത്രാൻ മാർ ജോർജ് പുന്നക്കോട്ടിൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. സമരപരിപാടികൾക്ക് ഇടുക്കി രൂപത വികാരി ജനറൽ ഫാദർ ജോസ് കരിവേലിക്കൽ ഉദ്ഘാടനം ചെയ്തു. കുട്ടുമ്പുഴയിൽ നടത്തിയ ജനമുന്നേറ്റ യാത്രയ്ക്ക് നേതൃത്വം നൽകിയ കോതമംഗലം രൂപത മുൻ മെത്രാൻ മാർ ജോർജ് പുന്നക്കോട്ടിൽ, ഡീൻ കുര്യാക്കോസ് MP ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്ത വനംവകുപ്പിന്റെ നടപടികളിൽ പ്രതിഷേധിച്ചാണ് ഇടുക്കി വെള്ളപ്പാറ DFO ഓഫീസിലേക്ക് കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. സമരപരിപാടികൾ ഇടുക്കി രൂപത വികാരി ജനറൽ ഫാദർ ജോസ് കരിവേലിക്കൽ ഉദ്ഘാടനം ചെയ്തു. വനംവകുപ്പിനെ കയറൂരിവിട്ട ജനമുന്നേറ്റങ്ങൾ തടയണമെന്ന് സർക്കാർ കരുതേണ്ടെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത് രൂപത വികാരി ജനറൽ ഫാദർ ജോസ് കരിവേലിക്കൽ പറഞ്ഞു. ആ ജനകീയ സമരങ്ങൾ ഇനി ഇവിടെ വേണ്ട, അതിന് കൂച്ചുവിലം കിടക്കാൻ വേണ്ടി ഞങ്ങൾക്കറിയാം എന്ന് ഇവിടുത്തെ ഗവൺമെന്റ് വാശി പിടിക്കാൻ തുടങ്ങിയാൽ ആ വാശിക്ക് മുമ്പിൽ മുട്ടുമടക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ സമരവുമായി നമ്മൾ തെരുവിലിറങ്ങിയിട്ടുള്ളത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അവകാശങ്ങൾ സംരക്ഷിക്കാൻ കുടിയേറ്റ ജനത നടത്തുന്ന മുന്നേറ്റങ്ങളെ തകർക്കാമെന്ന് വനംവകുപ്പും സർക്കാരും കരുതേണ്ടെന്നും ഫാദർ ജോസ് കരിവേലിക്കൽ പറഞ്ഞു. കത്തോലിക്ക കോൺഗ്രസ് രൂപത പ്രസിഡന്റ് ജോർജ് കോയിക്കൽ അധ്യക്ഷത വഹിച്ചു. രൂപത ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് ഇടവക്കണ്ട, ഫാദർ ജീൻസ് കാരക്കോട്ട്, ജനറൽ സെക്രട്ടറി സിജോ ഇലന്തൂർ, ഗ്ലോബൽ സെക്രട്ടറി ജോർജ് കുട്ടി പുന്നക്കുഴി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. പ്രതിഷേധ മാർച്ചിലും ധർണയിലും നൂറുകണക്കിന് കത്തോലിക്ക കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്തു. സിറ്റി വിഷൻ, ഉപ്പുതറ. സംസ്ഥാന പാതയുടെ നിർമ്മാണ പ്രവർത്തികൾ വൈവിധ്യമില്ലാത്ത ഇതര സംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് ചെയ്യിച്ചതിനെ തുടർന്ന് വീടിന് മുകളിലേക്ക് റോഡിന്റെ സംരക്ഷണ ഭിത്തി ചായ്ച്ചു കെട്ടിയതായി വിമുക്ത ഭടന്റെ പരാതി. കരുണാപുരം സ്വദേശിയായ വിമുക്ത ഭടൻ MM ഇസ്മയിലാണ് പരാതിയുമായി രംഗത്ത് വന്നത്. 20 അടിയിലധികം ഉയരമുള്ള സംരക്ഷണ ഭിത്തി വീടിന് മുകളിലേക്കാണ് ചാഞ്ഞു നിൽക്കുന്നത്. ഇതാണ് കാഴ്ച. കമ്പംമെട്ട് വണ്ണപ്പുറം സംസ്ഥാന പാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി ഇസ്മയിലിന്റെ വീടിന് മുമ്പിൽ ഉയർത്തിക്കെട്ടിയ സംരക്ഷണ ഭിത്തിയാണ്. ഇതര സംസ്ഥാന തൊഴിലാളികളാണ് നിർമ്മാണ പ്രവൃത്തികളിൽ ഏർപ്പെട്ടത്. വീട്ടുമുറ്റത്തു നിന്നും ആരംഭിച്ച സംരക്ഷണ ഭിത്തി പണി പൂർത്തിയായപ്പോൾ വീടിന് മുകളിലേക്കായി. ഇതോടുകൂടി ഭാരവാഹനങ്ങളടക്കം കടന്നു പോകുമ്പോൾ അപകടമുണ്ടാകുമോ എന്ന ഭീതിയിലാണ് ഈ വിമുക്ത ഭടൻ. കളക്ടർ, PWD അധികൃതർ, കിഫ്ബി തുടങ്ങിയവർക്ക് പരാതി നൽകിയെങ്കിലും മാസങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരുവിധ നടപടിയുമില്ല. കമ്പംമെട്ട് വണ്ണപ്പുറം റോഡ് നിർമ്മാണത്തോടനുബന്ധിച്ച് റോഡിന്റെ സംരക്ഷണ ഭിത്തി കെട്ടിയപ്പോൾ ഒരു വാള് വീടിന്റെ നേരെ ഫ്രണ്ടിലാണ്. ഏതാണ്ട് 20-22 അടി പൊക്കമുണ്ട് വാള് വന്നിട്ട്. ആ വാള് വീടിന്റെ മുകളിലേക്ക് ചരിഞ്ഞിരിക്കുന്നു. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കിയിടത്തോളം പണി ചെയ്തത് അത്ര വിദഗ്ധരായ ആളുകളെ കൊണ്ടല്ല ഇവർ ചെയ്യിച്ചത്. കൊണ്ടുവന്നിട്ടതിൽ പകുതി കൂടുതൽ കമ്പികളും അവർ തിരിച്ചെടുത്തുകൊണ്ട് പോയി. അപ്പൊ ഇത് ഏത് അവസരത്തിലും ചരിയാവുന്ന ഒരവസ്ഥയാണ്. വൻ ലോഡുകളാണ് ഇതിലെ പോകുന്ന ഹൈവേ റോഡായതുകൊണ്ട്. വയോധികരായ ഇസ്മയിലും ഭാര്യയും മാത്രമാണ് ഈ കുടുംബത്തിൽ താമസിക്കുന്നത്. അടിയന്തരമായ അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മൂന്നാറിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം. വനംവകുപ്പ് സ്ഥാപിച്ച സൗരോർജ്ജ തൂക്കുവേലി സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി. മാലിന്യമുക്ത കേരളത്തിന് CPIM.
ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ്, AM റോഡ്, പെരുമ്പാവൂർ, കട്ടപ്പന. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനുകളിലും ക്വാളിറ്റിയിലുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുമായി ബെന്നീസ് ജ്വല്ലറി. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനുകൾ, ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്ലേസുകളുടെ കവനീയ ശേഖരം, പാരമ്പര്യ തനിമയോതുന്ന ആന്റിക് ആഭരണങ്ങൾ, പുത്തൻ ട്രെൻഡുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷനുകൾ. കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം രാജാക്കാട്ടിലെ ഏറ്റവും വലിയ ഷോറൂമായ ബെന്നീസ് ജ്വല്ലറിക്കൊപ്പം. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വീടുപണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായി മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്പെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ചു നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഒന്നൊക്കുമ്പോ ഒന്നൊക്കൂല. അതുള്ളതാ. ഒന്നൊക്കുമ്പോ ഒന്നൊക്കത്തില്ല. ഒന്നൊക്കുമ്പോ ഒന്നൊക്കെയല്ല. എടാ കുഞ്ഞാപ്പോയി, ഇവനാണില്ലവൻ. ഇവനൊക്കുമ്പോ എല്ലാം അങ്ങൊക്കും. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം.